ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കൊള്ളായിരുന്നു, നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു. അടിപൊളി സൂപ്പർ. ഇപ്പോഴുള്ള തലമുറയുള്ള കുട്ടികൾക്ക് നല്ലതാണ്. കുട്ടികൾ കണ്ട് പഠിക്കാനുണ്ട്, അതിന് ഗുണമുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള സിനിമയാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല അവരെന്തായ കഴിവുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. കോമഡിയൊക്കെ അടിപൊളിയാണ്. ലാസ്റ്റ് പിന്നെ ചിരിച്ച് കോമഡിയൊക്കെ കുഴപ്പമില്ല. നാളത്തെ തലമുറയ്ക്ക് വളരും കുട്ടികൾക്കൊരു മെസ്സേജാണ് ഈ ഫിലിം. കണ്ടിരിക്കണം എല്ലാവരും. ബാബു ആൻ്റണി വന്നു, വില്ലൻ നല്ല പോലീസ് ഓഫീസറായിട്ട് സൂപ്പറായിട്ട് അഭിനയിച്ചു. സെക്കൻഡ് ഹാഫ് ആയിരുന്നു അടിപൊളി. ഷൈൻ ടോം ചാക്ക് വന്നതിന് ശേഷമുള്ളതാണ്. കാണാൻ നല്ല രസമുണ്ട്. ലാസ്റ്റ് നമ്മൾ വെട്ടൻ സിനിമയില്ലേ, അത് കാണുന്ന കൂട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് ഒരു കണ്ടുകൊണ്ടിരിക്കാനുള്ള എൻ്റർടൈൻമെൻ്റ് ആണ്. അതിൽ നമ്മുടെ ഈ യൂട്യൂബ് താരം ശ്രീനാഥ് വെട്ടിയാരോ, പുള്ളിക്കാരൻ്റെ കോമഡിയാണ്, അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അടിപൊളി, മൊത്തത്തിൽ കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല കോമഡി ആയിരുന്നു. ത്രൂ ഔട്ട് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ചിരിക്കാനൊക്കെ ഒരു പടമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റം. ഷൈനൊക്കെ നല്ല സൂപ്പറായിരുന്നു. എല്ലാവരും എല്ലാ ആൾക്കാർക്കും ഏജ് ലെവലിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് മൂവിയായിരുന്നു. അടിപൊളിയായിരുന്നു. കോമഡി ഇഷ്ടമുള്ളവർ പോയി മസ്റ്റായിട്ട് കാണണം. സെക്കൻഡ് ഹാഫ് കിട്ടില്ലാണ്. പിന്നെ ഫാമിലി വാച്ചാണ്. പോയി കോമഡി ഇഷ്ടമാണെങ്കിൽ എന്തായാലും മസ്റ്റ് വാച്ചാണ്, ഫാമിലി വാച്ചാണ്. ഫാമിലി എല്ലാവരും പോയി കാണണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. അടിപൊളി സിനിമ, ചിരിക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളി. കോളേജിലും സ്കൂളിലൊക്കെ ഇപ്പം അധികം ഡ്രഗ്സ് ആണല്ലോ, അവിടെയാണല്ലോ കൂടെ. അപ്പോൾ അതിനെ പറ്റിയ ഒരു സിനിമയാണ്. ലാസ്റ്റൊക്കെ അതിനൊരു മെസ്സേജ് നൽകണമുണ്ട്. കോമഡി ഉണ്ട്, തമാശയുണ്ട്, ചിരിക്കാനുണ്ട്, ഇഷ്ടംപോലെ ചിരിക്കാനുണ്ട്. ഇഷ്ടംപോലെ സെക്കൻഡ് ഹാഫിലൊക്കെ ഇഷ്ടംപോലെ ചിരിക്കാനുണ്ട്. നന്നായിട്ട് കുറേ ചിരിക്കാനുണ്ട്. കൊള്ളാം, നല്ല സിനിമയാണ്. നല്ല കോമഡി, ഒരുവിധം കൊള്ളാം. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. കൊള്ളാം, കോമഡി കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കോമഡി കൊള്ളാം. കോമഡി നല്ല കോമഡിയായിരുന്നു. കോമഡിയാണ്, അടിപൊളിയായിരുന്നു. ഫാമിലി കുഴപ്പമില്ല, വേറെ മോശമായിട്ടൊന്നുമില്ല സിനിമയിൽ. നല്ല കോമഡിയാണ്, ചിരിക്കാനും കൂടി ഇഷ്ടം പോലെ. ലാസ്റ്റൊക്കെ ചിരിക്കാം. ഒരു മസാല മിക്സ്, എന്തായാലും കൊള്ളാം. നല്ല സൂപ്പർ സിനിമയാണ്. കഥ കൊള്ളാം. ചിലർ നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ട്. നെഗറ്റീവ് ഒന്നുമില്ല, ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. മക്കൾക്ക് നമ്മളിപ്പോൾ കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഉപയോഗം നമുക്കത് ഉണ്ടാവും. നല്ല സിനിമയാണ്, കൊള്ളാം, സൂപ്പർ. കൊള്ളായിരുന്നു സിനിമ. കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെ, മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു സിനിമയാണ്. ഇല്ല, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. സെറ്റ് സിനിമ കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല കോമഡി ഉണ്ട്. നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഡ്രഗ്സും അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയുള്ളൊരു ഇത് പറയുന്നുണ്ട്. ഒരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെയാണത്. നല്ല പടം, ഫാമിലി കാണണം. നമ്മുടെ ഈ സ്ട്രെസ്ഫുൾ ആയ ലൈഫിൽ വന്ന് നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. നല്ല കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫൈറ്റൊക്കെ എന്തൊരു ഫൈറ്റ് തന്നെ, ഭയങ്കര അടി. അവസാനം ആനപ്പുറത്തൊക്കെ ഒരു വേഗം പടം ഫോട്ടോ ചിരിച്ച് കുഴപ്പിക്കും. നല്ല രസമുണ്ട് പടം. നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, ഉറങ്ങിയതേ ഇല്ല, വൈകൊണ്ടിരുന്നു. നല്ല സൂപ്പർ സിനിമ, കൊള്ളാം, സംഗതി കൊള്ളാം. പിന്നെ ഈ ഇൻ്റർവ്യൂവിന് ശേഷം കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. ഫസ്റ്റിലൊരു ശകലം ലാഗിങ് ഉണ്ടെങ്കിലും പിന്നെ കോളേജ് കുട്ടികൾ നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. മെസ്സേജ്, നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്ന സിനിമ. നല്ല സിനിമയാണ്, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ഡ്രഗ്സിൻ്റെ എണ്ണമാണ് ഇപ്പോൾ കോളേജിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലൊരു മെസ്സേജാണിത്. കുട്ടികളെ കൊണ്ടുവരുന്ന കാണാൻ പറ്റുന്ന സിനിമയാണ്. നല്ല ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. കോമഡിയുണ്ട്, നല്ല കോമഡിയുണ്ട്. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കൂടുതലും പുതിയ ആൾക്കാരാണ്, പക്ഷേ കൊള്ളാം, നല്ല ഫിലിമാണ്. നമുക്ക് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ആദ്യം അത്ര കുഴപ്പമില്ല, പക്ഷേ രണ്ടാം പകുതി നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കൊള്ളാം, നല്ല കൊള്ളാം. കോമഡി കൊള്ളാം, നല്ല കോമഡി ആയിരുന്നു. നല്ല ഒരു ഡോണിൻ്റെ രീതിയിലല്ല പടം എടുത്തേക്കുന്ന, കോമഡി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല. അതുപോലെ തന്നെ ആദിവാസിയുടെ മോനായിട്ട് അഭിനയിക്കുന്ന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയമായിരുന്നു. മെയിനായിട്ട് കോമഡി ഓറിയൻറ്റഡ് ആണ് ഫിലിം. കൊള്ളായിരുന്നു. കുറച്ച് പേര് നെഗറ്റീവ് കമൻ്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച്? നെഗറ്റീവ് കമൻറ്റ് അതെനിക്ക് അറിഞ്ഞൂടാ. ഈ പറഞ്ഞ മെസ്സേജ് ഉണ്ട്, ഡ്രഗ്സിനെ കുറിച്ച് മെസ്സേജ് അങ്ങനെയുണ്ട്. അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെയല്ല, നല്ല രസമുള്ള പടം, നല്ല രസമുണ്ട്. ചെറിയ പടമാണെന്ന് വിചാരിച്ചാണ് നമ്മൾ കയറിയത്, പക്ഷേ കുഴപ്പമില്ല, നഷ്ടമില്ല.